ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർ നെഗറ്റീവും പറയുന്നുണ്ട്, പോസിറ്റീവും പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കുക, നമ്മൾ നമ്മളെ കാര്യം നോക്കുന്നു. ചോറ് കഴിക്കുക, കിടന്ന് ഉറങ്ങുക. എന്താ രാമേന്ദ്ര പ്രശ്നം? പടം ഇറങ്ങിയതിന് ശേഷം നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇത്. അതിൽ തന്നെ നമ്മളെ പടം ഇറങ്ങിയ നിങ്ങൾ അറിഞ്ഞാണ് ഓഗസ്റ്റ് 15 വാഴ റിലീസായിട്ടുണ്ട്. അത് മാത്രല്ല, നടന്മാരെ പേരൊന്ന് കമ്പയർ ചെയ്ത് കളയില്ലേ ദയവ് ചെയ്ത്. നീയൊക്കെ കമ്പയർ ചെയ്യുന്നതിന് നമ്മളെ നിക്കറാണ് കീറിയിടുന്നത്. അത് 42-52 വയസ്സുള്ള കിളവന്മാര്. ഈശ്വര, നിനക്ക് ഈ ന്യൂ ജനറേഷനെ കൊണ്ട് വിജയും തമ്മിൽ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. നിന്റെ വിജയും തമ്മിൽ ഇങ്ങനെ ജാക്കി വലിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. അതായത് ഇപ്പൊ നമ്മളൊരു സാധനം ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും, ഇവനാരാ, ഇവനെ കണ്ടിട്ടില്ല. എല്ലാരും അറിയാനാരാ? അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്ന ഉള്ളതാണ്. ചില ആൾക്കാർ അല്ലാതെ ചോദിക്കുന്നതുണ്ട്, അറിഞ്ഞിട്ടും ആരാന്ന്. അപ്പൊ അവർക്കൊരു മാസ് ഫീലിംഗ് അവിടെ വരും. മീഡിയക്കാരെ ഒരിക്കലും നമ്മൾ കുറ്റം പറയില്ല. അവരവരെ തൊഴിൽ ചെയ്യുന്നു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ നമ്മളെ തൊഴിൽ ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തർ ഓരോ തൊഴിൽ ചെയ്യാം. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? ഒരു വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ക്യാപ്ഷൻസ് ആണ് പ്രശ്നം. ഹാഷിർ ഓടുന്നത് കണ്ടോ? അലൻ ചാടി. അലൻ പെൺകുട്ടികളെ താരോദയം അലനെ കണ്ടപ്പോൾ പെൺകുട്ടികൾ കണ്ട ഈ വെപ്രാളം. വിനായകനെ കാണാനില്ല. പിന്നെ അജിന് അങ്ങനെ ഓരോന്ന്. അതായത് മാത്രമല്ല, അവർ ഈ വലങ്കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. നല്ല നടന്മാർ, അതായത് വലിയ വലിയ നടന്മാരും വലിയ വലിയ ആൾക്കാരോട് നമ്മളെ കമ്പയർ ചെയ്യും. അപ്പൊ നടക്കുന്ന എന്താണ്? ഈ പൊട്ടന്മാർ, അതായത് വിവരമില്ലാത്തമാർ എന്ത് ചെയ്യുന്നറിയോ? അത് കയറിയിട്ട് നമ്മളെ ചൊറിയും. നാട്ടിലെ അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു കാഠിന്യേ എന്താ അല്ല തൊഴിലില്ലായ്മയുടെ ഒരു രൂക്ഷത. ഇവന്മാരെ ഇതിന് കമ്പയർ ചെയ്യാൻ വേണ്ടി ഇവർ ആരെങ്കിലും ആയോ? എടാ പൊട്ടന്മാരെ, നിന്നെയൊക്കെ അതിന് ഉണർത്താൻ വേണ്ടിയാണ് ഇവന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ആദ്യം സത്യം, ഒരുവിധം വിവരമുള്ളവനൊക്കെ അല്ലേ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും. മതി അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ